ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, സാദിഖ് സാറാണ്. സോ നമ്മുടെ എക്സാമുകളൊക്കെ ഇങ്ങനെ എത്തിയില്ലേ? എല്ലാവരും പഠിച്ച് നല്ല റെഡി ആയിട്ടിരിക്കാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ നമുക്ക് എന്തില്ല, ഒട്ടും സമയമില്ല നമ്മുടെ മുന്നിൽ കളയാനില്ല. നമ്മുടെ ഓണം എക്സാം ആണെങ്കിൽ പോലും നമ്മൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സോ അതിൻ്റെ ഭാഗമായിട്ട് സാർ ഇന്ന് നമ്മുടെ സ്റ്റഡി സെക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണ്, ഷുവർ ഷോട്ടായിട്ട് നമ്മുടെ ഒരു 5 മാർക്കിന് എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനുകളിലായിട്ടുള്ള ആൻസേഴ്സുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഓൾറെഡി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ 500+ 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസുകൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കാണാത്തവർ അതും എന്തായാലും കാണും. പറ്റുകയാണ് ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആ 1 വേർഡ്സുകൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റത്തെ 10 മാർക്സുകൾ സ്കോർ ചെയ്യാൻ. ഓക്കെ, ഞാൻ കാണിക്കുന്ന 5 ചാപ്റ്റേഴ്സിലെയും 1 വേർഡ് സീരീസ് ഞാൻ എക്സാമിന് മുന്നോടിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണപ്പെടുന്ന ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വേർഡ്സിൻ്റെ 10 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. Read the following argument of 2 students. Anil, management is an ordinary job which doesn't require any special knowledge and skill. Sunil, management is a profession which requires specialized knowledge and skill. Whose argument do you favor? Justify your answer. Okay, ഇവിടെ അനിൽ പറഞ്ഞ എന്താണ്, മാനേജ്മെൻറ്റ് ഒരു സാധാരണ ഒരു ജോലി പോലെയാണ്, അതിന് വലിയ സ്കില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ സുനിൽ പറഞ്ഞ എന്താണ്, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്, അതിന് സ്കില്ല് വേണമെന്ന് പറയുന്നു. നിങ്ങൾ ആരെയാണ്, നിങ്ങൾ കൂടെ നിൽക്കുന്നത് ആരെയാണ്? അപ്പം നമുക്കറിയാം, സിമ്പിളായിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇവിടെ ആര് പറഞ്ഞാണ്, സുനിൽ പറഞ്ഞാണ് അല്ലേ? കറക്റ്റ്. എന്താണ്, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം അല്ലേ? അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. പ്രൊഫഷൻ എപ്പോഴാണ് ഒരു പ്രൊഫഷൻ എപ്പോഴാണ് ഒരു മാനേജ്മെൻറ്റ് എപ്പോഴാണ് ഒരു പ്രൊഫഷൻ ആവുന്നത്? അതിന് പ്രധാനമായിട്ടും പ്രൊഫഷൻ്റെ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസുകൾ ആദ്യം പറയാം. ആ കണ്ടീഷൻസുകൾ മാനേജ്മെൻറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആവും. നോക്കാം നമുക്ക്. Profession means an occupation for which specialized knowledge and skill are required. The main features of profession are as follows. ഓക്കെ, നിങ്ങൾ ഇതേപോലെ എഴുതിയാൽ മതി കേട്ടോ. വേറെ ഒരു സാധനം നിങ്ങൾ ആഡും ചെയ്യേണ്ട, കുറയ്ക്കുകയും ചെയ്യേണ്ടത്, ഇതേപോലെ പഠിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ പറയുന്നതാണ് പ്രൊഫഷൻ മീൻസ് ആൻ ഒക്യുപ്പേഷൻ ഫോർ വിച്ച് സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് സ്കിൽസ് ആർ റിക്വയർഡ്. ഓക്കെ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ ആർ എന്തെല്ലാമാണ്? 3 എണ്ണമാണ് അല്ലേ? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പ്രൊഫഷണൽ അസോസിയേഷൻ. ഈ 3 കണ്ടീഷൻസ് ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാനേജ്മെൻറ്റിൽ 3 കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നോക്കാം നമുക്ക്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് കംപ്രൈസിങ് വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ് അല്ലേ? മാനേജ്മെൻറ്റ് ഒരുപാട് പ്രിൻസിപ്പിൾസ്, നമ്മൾ ഫയോളിൻ്റെയും ടൈലറിൻ്റെയും പ്രിൻസിപ്പിൾസ് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ എന്തുണ്ട്, പ്രിൻസിപ്പിൾസുകളും നോളേജും ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്, എ മാനേജർ അക്വയേഴ്സ് മാനേജ്മെൻറ്റ് സ്കിൽസ് ത്രൂ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലേ? കറക്റ്റായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടാതെ ഒരു മാനേജർ ആകാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പ്രൊഫഷൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റിയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത് എന്താണ്, പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്, all professions are affiliated to professional association which regulate entry and frame code of conduct relating to the profession അല്ലേ? മാനേജ്മെൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, അത് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാർക്കാണ് കൂടുതൽ മാനേജേഴ്സ് ആവാൻ നല്ല പോസിബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട്, ഈ ഒരു കാരണം കൊണ്ട് മാനേജ്മെൻറ്റ് എന്താണ്, ഒരു പ്രൊഫഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കണ്ടീഷൻസ് മനസ്സിലായോ? അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് വന്നാൽ എഴുതേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങളോട് എന്ത് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് മാനേജ്മെൻറ്റ് പ്രൊഫഷന് പകരം സയൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് സയൻസ് എന്ന് പറയാം. എന്നിട്ട് സയൻസിൻ്റെ 3 ഫീച്ചേഴ്സുകൾ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഏരിയയിൽ സയൻസിന് 3 ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ ആ 3 ഫീച്ചേഴ്സും മാനേജ്മെൻറ്റും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഇവിടെ പറയാം. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ ആൻസർ ആയിട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മാനേജ്മെൻറ്റും ആർട്ടും സയൻസും കൂടി ഒരുമിച്ച് വരുമ്പോഴുള്ള പോയിന്റ്സും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. റീഡ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് ഓഫ് 2 സ്റ്റുഡൻസ്. നേരത്തെ പോലെയുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. Anandu says management is an art, while Arun says management is a science.
ഹൂസ് ആർഗ്യുമെൻറ്റ് ഡു യു ഫേവർ ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ മാനേജറുടെ 3 രീതിയിലാണുള്ളത് നമുക്കറിയാം, ആർട്ട്, പ്രൊഫഷന്, സയൻസ് അല്ലേ. സോ ഓൾറെഡി നമ്മൾ പ്രൊഫഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇനി പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത് എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാനറിയാം. പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത് എന്ത് വന്നാലും മുകളിൽ കണ്ടിട്ടുള്ള ആ സാധനം മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അതേപോലെ ഇനിയിപ്പോൾ ആർട്ടും സയൻസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും വന്നാൽ എന്താണോ എഴുതേണ്ടത് അതാണ് നമ്മളിത് താഴെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ആർട്ടാണോ സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ആർട്ടാണോ പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയേണ്ടത്? ബോത്ത് പേഴ്സൺസ് എന്താണ് രണ്ടും കൂടെ ആണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ പ്രകാരം ബോത്ത് ദ പേഴ്സൺസ് ആർ കറക്റ്റ് ബിക്കോസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ആസ് സയൻസ് ആസ് വെൽ ആസ് ആർട്ട് ആൻഡ് പ്രൊഫഷൻ ഓൾസോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർമ്മയിൽ വെക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം എന്ത് സയൻസ് ആവുന്ന കണ്ടീഷൻസുകൾ, ദെൻ ആർട്ട് ആവുന്ന കണ്ടീഷൻസ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ വേണ്ടി? സയൻസ് ആവാനുള്ള ക്രൈറ്റീരിയ നോക്കുക, അത് മാനേജ്മെന്റിൽ ഉണ്ടോ നോക്കുക. ദെൻ ആർട്ട് ആവാനുള്ള ക്രൈറ്റീരിയ ഉണ്ടോ നോക്കുക, അത് മാനേജ്മെന്റിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ. സയൻസ് ഈസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത്സ്. ഓക്കെ, ജനറൽ ട്രൂത്ത്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സയൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സുകൾ 3 ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. പിന്നെയോ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെന്റ്സ്. പിന്നെയോ യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഈ 3 എന്ത് ഒരു സംഭവം സയൻസ് ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനം എന്തിൽ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മുടെ മാനേജ്മെന്റിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്താവും? സയൻസ് ആവും. ഇപ്പോൾ നോക്കാം, മാനേജ്മെന്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് സയൻസ് ബിക്കോസ് എന്തുകൊണ്ടാണ്? മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് അല്ലേ. മാനേജ്മെന്റ് എന്തുണ്ട്? സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളോട് സാറ്റിസ്ഫൈ ചെയ്തില്ലേ അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളോട് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ് ഇവിടുത്തെ? നോക്കൂ, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെന്റ്സ് ആണ് എന്ത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അല്ലേ. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ആഫ്റ്റർ സയന്റിഫിക് എൻക്വയറി ആൻഡ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലും ഉണ്ടാക്കിയുള്ളത് എങ്ങനെയാണ്? എക്സ്പെരിമെന്റ്സുകൾക്കും ഒബ്സർവേഷൻസിനും ശേഷമാണ്. സോ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ നോക്കൂ, എന്താണ് സയൻസ് ആവാനുള്ള കണ്ടീഷൻ? എന്താണ്? യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. എല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസോ എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും, ഇപ്പോൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ചൈനയിലായാലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എന്ത് ചെയ്തു? മാനേജ്മെന്റ് സയൻസിൻ്റെ ക്രൈറ്റീരിയാസ് എവിടെ സാറ്റിസ്ഫൈ ചെയ്തു? മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു സയൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും ഇല്ലേ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചു. ഇനിയിപ്പോൾ സയൻസ് ബേസ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും മക്കളെ നിങ്ങൾ ഇത് എഴുതിക്കൊള്ളണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാനുള്ള ആർട്ടാവാനുള്ള കണ്ടീഷനാണ് അല്ലേ. നോക്കാം നമുക്ക്. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് ആർട്ട് ഈസ് ദ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ അപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്സ്. ഓക്കെ, ഈ ഒരു സെയിം സാധനം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എത്ര മാർക്കിന് ചോദിച്ചാലും, 5 മാർക്കിന് ചോദിച്ചാലും, 3 മാർക്കിന് ചോദിച്ചാലും, 8 മാർക്കിനൊക്കെ ചോദിച്ചാലും ഞാൻ ഈ തരുന്ന നോട്ട് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി മക്കളെ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. മാനേജ്മെന്റ് ആർട്ടാവുള്ള കണ്ടീഷൻസുകളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് വേണം. പിന്നെയോ പേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെയോ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ. ഈ 3 കണ്ടീഷൻസ് മാനേജ്മെന്റിൽ ഉണ്ടോ നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞത്? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ആണ്. തിയററ്റിക്കൽ നോളജിന്റെ എക്സിസ്റ്റൻസ് അത് മാനേജ്മെന്റ് ഉണ്ടോ നോക്കൂ. ദർ ഇസ് എ ലോട്ട് ഓഫ് ലിറ്ററേച്ചർ അവൈലബിൾ ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ എന്തുണ്ട്? ഒരുപാട് ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ള അതേ സെയിം പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന പോയിന്റ്. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്? ആർട്ടിന് എന്ത് വേണം? പേഴ്സണൽ സ്കിൽ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? ആർട്ടാവുള്ളൂ. മാനേജ്മെന്റ് ഉണ്ടോ നോക്കാം. എ മാനേജർ യൂസസ് ഹിസ് പേഴ്സണൽ സ്കിൽസ് ടു നോളജ് ഇൻ ദ ഏരിയ ഓഫ് മാനേജ്മെന്റ് അല്ലേ. ഓരോ മാനേജറും ഓരോ പ്രോബ്ലത്തിനെയും ഡീൽ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും അയാളുടെ സ്കിൽ അനുസരിച്ചിട്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണ്? ഒരു ആർട്ടുമാണ്. ദെൻ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. ആർട്ട് എങ്ങനെയാണ്? പ്രാക്ടീസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചു വരും അല്ലേ. അതേപോലെയാണ് നോക്കൂ. ലൈക്ക് അതർ ആർട്സ് മാനേജർ എഫിഷ്യൻസി ഈസ് ഡെവലപ്ഡ് ത്രൂ എങ്ങനെ?
പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ? ഷുവറാണ് ഒരു മാനേജർ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഒരു പ്രോബ്ലത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണോ അത് സോൾവ് ചെയ്തത് അതിനേക്കാളും എത്രയോ സൂപ്പറായിട്ടായിരിക്കും 10ാമത് തവണ അതേ ഒരു പ്രോബ്ലം അയാളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അയാൾ ആദ്യത്തെ ചെയ്യാൻ 1 മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ 10ാമത് 20ാമത് ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പുള്ളിക്കാരൻ മേ ബി ഒരു 20 മിനിറ്റ്സ് കൊണ്ടോ 30 മിനിറ്റ്സ് കൊണ്ടോ സിമ്പിളായിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് എന്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, സയൻസ്, പ്രൊഫഷൻ ഈ ഏരിയ നമുക്ക് ഷുവറാണ് ക്വസ്റ്റ്യന്. മക്കളെ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോയിക്കോ, ഇത് നിങ്ങൾ സെറ്റാക്കി എടുത്തു വെച്ചോ. കാരണം എന്താ വെച്ചാൽ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല നിങ്ങളുടെ ഓണം എക്സാമിന്. ഓക്കെ, അത് ഞാൻ 100% ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഞാൻ എന്താണോ തന്നിട്ടുള്ളത് അതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, സ്കോർ ചെയ്യാൻ പറ്റും. പ്രൊഫഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞു, ആ കണ്ടീഷൻസുകൾ അത് നോക്കുക. അതേപോലെ സയൻസിൻ്റെ കണ്ടീഷൻസും പറഞ്ഞു, ആർട്ടിൻ്റെ കണ്ടീഷൻസും പറഞ്ഞു. അത് നല്ല രീതിയിൽ പഠിക്കാം, നന്നായിട്ട് പഠിക്കട്ടെ മക്കളെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലോ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം മറക്കാതിരിക്കുക, നമ്മുടെ 500+ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണുക, അതും പഠിച്ചെടുക്കുക. പിന്നെയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്പം ചെയ്യുന്ന എക്സാം ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നോട്ട്സുകൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്കിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, നമ്മുടെ നോട്ട്സുകൾ അവൈലബിൾ ആവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല മാർക്കോട് പാസ്സാൻ പറ്റുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.